വിധി ആശ്വാസകരമാണ്. പക്ഷെ ആഹ്ലാദമില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയൊരു ഡാമേജ് ഈ കേസ് കൊണ്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. പൊളിറ്റിക്കലി, പേഴ്സണലി, പിന്നെ കുടുംബം ഒക്കെ തന്നെ വളരെയേറെ വിഷമത്തിലായ ഒരു ഘട്ടമാണ്. അതിൽ നിന്നൊരു മോചനം ലഭിച്ചു. ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഇത് വളരെ കൃത്യമായി വിലയിരുത്തി കണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും ആശ്വാസകരമായ കാര്യം. അതിനല്ല ഒരിക്കലും ഞാനൊരു അപമര്യാദയായി പെരുമാറിയിട്ടില്ല ആരോടും. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ള സമയത്ത് ഇത്തരത്തിലുള്ള കൃത്രിമമായ ആക്ഷേപങ്ങൾ, കൃത്രിമമായ തെളിവുകൾ ഒക്കെ ഉണ്ടാക്കി എന്നുള്ളത് കോടതി ഒബ്സർവ് ചെയ്തിട്ടുണ്ടെന്നാണ് എൻ്റെ അടുത്ത് വക്കീൽ പറഞ്ഞത്. പരാതിക്കാരുടെ പ്രതികരണം ഇതിനെതിരെ സുപ്രീം കോടതിയെ സമീപിക്കുന്നതാണ്. അവരാദ്യം പോകേണ്ടത് അവരുടെ മനസാക്ഷിയുടെ കോടതിന് മുമ്പിലാണ്, ദൈവത്തിൻ്റെ മുമ്പിൽ. അവർ അപ്പീൽ കൊടുക്കേണ്ടത് ഈ രണ്ട് സ്ഥലത്താണ്. മനസാക്ഷിക്ക് വിരുദ്ധമായി അവർ എന്തെങ്കിലും പ്രവർത്തിച്ചിട്ടുണ്ടെന്ന് അവർക്ക് തോന്നുന്നു എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. സത്യവിരുദ്ധമായ കാര്യങ്ങളാണ് പറഞ്ഞിട്ടുള്ളത്. അതവർക്ക് ബോധ്യപ്പെടട്ടെ എന്നാണ് എൻ്റെ പ്രാർത്ഥന. അത്തരത്തിലൊരു ആക്ഷേപം ഉന്നയിക്കുക വഴി അവർ എന്താണ് നേടിയതെന്ന് എനിക്കറിയില്ല. അവരുടെ ആവശ്യം എന്നെ ആക്ഷേപിക്കലാണെങ്കിൽ അവർ ഒരു പരിധിവരെ അവർ വിജയിച്ചു എന്ന് തന്നെ അവർക്ക് അവകാശപ്പെടാം. മകനെതിരായി അവർ കൃത്രിമമായി ഒരു രേഖ അവരുണ്ടാക്കുകയായിരുന്നു ചെയ്തത്. അത് കോടതിയിലെ കേസിനകത്ത് വന്നിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. മകനിൽ നിന്ന് അവർ ഗർഭം ധരിച്ചു എന്ന് പറഞ്ഞൊരു രേഖ അവരുണ്ടാക്കി കൊണ്ടുവന്നു. അങ്ങനെയാണ് ഞാൻ ഈ സംഭവത്തെക്കുറിച്ചും അവർ കല്യാണം ആവശ്യപ്പെടുന്നു ഞാൻ അറിയുന്നത്. അങ്ങനെയാണ്. പിന്നീട് അപ്പോൾ അവരുമായിട്ട് പിന്നെ അതിനെക്കുറിച്ച് അന്വേഷിച്ചപ്പോൾ നമ്മൾ വീണ്ടും ഇത് ടെസ്റ്റ് ശരിയല്ല, അങ്ങനെ സംഭവിച്ചിട്ടില്ല എന്ന് പറഞ്ഞപ്പോഴാണ് വീണ്ടും അവർ ടെസ്റ്റ് നടത്തുകയും ആ ടെസ്റ്റിൻ്റെ അടിസ്ഥാനത്തിൽ അങ്ങനെ സംഭവമില്ല എന്ന് ബോധ്യമാവുകയും ചെയ്തു. അങ്ങനെയാണ് ഞാൻ ഈ സംഭവത്തെക്കുറിച്ച് അറിയുന്നത്. അല്ലാതെ കല്യാണ ആലോചന എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ നാട്ടിലുണ്ടാകുന്ന രീതിക്കുള്ള കല്യാണാലോചനകൾ അങ്ങനെയൊന്നും നടന്നിട്ടില്ല.